ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഹാസ്യ പരമ്പരയാണ് ഉപ്പുമുളകും. ആദ്യ സീസണിൽ ഗംഭീര വിജയമായതോടെയായിരുന്നു ഉചിതമായ മാറ്റങ്ങളുമായി 2-3 സീസണുകൾ എത്തിയത്. ബാലുവും നീലും ഇല്ലെങ്കിൽ മക്കളിലൂടെയായി മുന്നേറുകയായിരുന്നു സീസൺ. സിദ്ധുവിൻ്റെ ഭർത്താവായ സിദ്ധാർത്ഥ എന്ന സിദ്ധുവിനെ വരവോടെ പരമ്പര കൂടുതൽ നന്നായുമായിരുന്നു ആരാധകർ വിലയിരുത്തിയത്. തട്ടിമുട്ടി എന്ന പരമ്പരയിൽ ബാലതാരമായി ശ്രദ്ധ നേടിയ സിദ്ധാർത്ഥ് പ്രഭുവായിരുന്നു സിദ്ധാർത്ഥ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. നേരത്തെ ഡയൻ ഡേവിസ് ആയിരുന്നു സിദ്ധാർത്ഥ ആയത്. മറ്റൊരാൾ ചെയ്തു വെച്ച ക്യാരക്ടർ അതിനായി ഇത് തന്നെയുകൊണ്ട് കഴിയുമോ എന്ന രീതിയിൽ ആശങ്ക ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഓഡീഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സിദ്ധാർത്ഥ് സിദ്ധുവായത്. ജൂഹിയുമായുള്ള കെമിസ്ട്രി മികച്ചതാണെന്നായിരുന്നു അഭിപ്രായങ്ങളെല്ലാം. തുടക്കത്തിലെ ആശങ്കകളോടെ ഇപ്പോൾ മാറി. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സിദ്ധുവായി തന്നെ അംഗീകരിച്ചതിൽ സന്തോഷം. നല്ലൊരു ഔട്ടിങ്ങിന് വേണ്ടി എത്ര റീടേക്ക് പോകാനും മടിയില്ല തനിക്കെന്നുമായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത്. പരമ്പര വിജയകരമായി പോകുന്നിടയിലായിരുന്നു സിദ്ധാർത്ഥ് പ്രഭുവിനും പുറത്തേക്ക് പോകേണ്ടി വന്നത്. മദ്യലഹരിയിൽ കാറോടിച്ച് വഴിയാത്രകനെ ഇടിച്ചിട്ട് സിദ്ധാർത്ഥിൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ പ്രേക്ഷകർ നെറ്റിലായിരുന്നു. യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ അവിടെ ചീത്ത വിളിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തിരുന്നു. സിദ്ധാർത്ഥ തലപോലും നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ മദ്യം കഴിക്കുന്ന ഒരാളാണോ സിദ്ധാർത്ഥ എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ. ജനക്കൂട്ടം സിദ്ധാർത്ഥിൻ്റെ കൈവശത്തിൽ പ്രതിഷേധവുമായി താരങ്ങൾ എത്തിയിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ലേ എന്നായിരുന്നു സാക്ഷിയെല്ലാം പ്രതികരിച്ചത്. വണ്ടി ഇടിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യം സംശയമാണെന്നായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അദ്ദേഹം മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നത്. സിദ്ധാർത്ഥിന് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നായിരുന്നു പിന്നീട് വന്ന പ്രതികരണങ്ങൾ. കത്തിക്ക് കേസെടുത്തത് ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള നിരക്കത്തിലാണ് പോലീസ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇനിയിപ്പോൾ സിദ്ധു ഗൾഫിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുമായിരിക്കും. ഇനി എന്തായാലും പരമ്പരയിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. പ്രൊമോ വീഡിയോകളുടെ താഴെ ഫാൻസ് ഗ്രൂപ്പുകളിലും എല്ലാം ഉപ്പുമുളകിനെ കുറിച്ച് ചർച്ച സജീവമായി തുടരുന്നുണ്ട്. അതുപോലെ ലച്ചുവിനെ എൻ്റെ സീരിയലിൽ ഭർത്താവ് വാഴാൻ യോഗ്യമില്ലേ, ആദ്യ ഭർത്താവാണ് ഇത്, കല്യാണം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോൾ വന്ന സിദ്ധു ആണെങ്കിൽ ഇങ്ങനെയുമായി. എല്ലാ കാര്യങ്ങൾ കൊണ്ട് ഉപ്പുമുളകും ഒരു ശാപം പിടിച്ച സീരിയൽ തന്നെയാണ് എന്നൊക്കെയാണ് ചിലരുടെയും കമൻറ്റുകൾ. മലയാള ടെലിവിഷൻ ചരിത്രം എടുത്തു നോക്കിയാൽ സക്സസിലും ഫാൻ ബേസിലും മുമ്പന്തിയിലാണ് ഉപ്പുമുളകും. എന്നാൽ ഇതൊരു ശാപം പിടിച്ച പരമ്പരയാണെന്ന് തോന്നുന്നു. കാരണം ഈ 3 സീസൺ ഏതെങ്കിലും ആർട്ടിസ്റ്റ് റിലേറ്റഡ് ഒരു ഇഷ്യൂ ഉണ്ടാകും. വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നൊക്കെയാണ് പലരും പറയുന്നത്. കാരണം ഉപ്പുമുളകിലെ പ്രധാന കഥാപാത്രങ്ങളായ നീലുവും ബാലുവും ശ്രീകുമാറും എല്ലാവരും പുറത്തു പോകേണ്ടി വന്നത് വലിയൊരു വിഷയത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ പുതുതായി വന്ന സിദ്ധാർത്ഥിനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പരമ്പരയിൽ ആര് വരുന്നോ അവർക്കെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുമെന്ന അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ സിദ്ധാർത്ഥ വന്നതോടുകൂടി പരമ്പരയുടെ റേറ്റിംഗ് വളരെ മുമ്പന്തിലെത്തിയിരുന്നു. എന്നാൽ സിദ്ധാർത്ഥ പോകുന്നതോടുകൂടി പരമ്പരയുടെ റേറ്റിംഗ് അതേപോലെ താഴേക്ക് പോകും. ചാനൽ അധികൃതർ സിദ്ധാർത്ഥിനെ പരമ്പരയിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.